മലയാളികളെ ഒന്നടങ്കം ചിരിപ്പിക്കുകയും പിന്നീട് കണ്ണീരിലാഴ്ത്തുകയും ചെയ്ത കൊല്ലം സുധിയുടെ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ആരെയും ഞെട്ടിക്കുന്ന വാർത്തകളാണ്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കാറുള്ള സുധിയുടെ ഭാര്യ രേണുവിനും കുടുംബത്തിനുമെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ് സുധിയുടെ മൂത്ത മകൻ കിച്ചു എന്ന രാഹുൽ. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയെന്ന് നെഞ്ചുപൊട്ടി കിച്ചു പറയുമ്പോൾ മലയാളി പ്രേക്ഷകരുടെ കണ്ണുകൾ നിറയുകയാണ്. ക്യാമറകൾക്ക് മുന്നിൽ നമ്മൾ കണ്ട സന്തോഷമുള്ള ആ കുടുംബ ചിത്രം വെറുമൊരു കരിനിഴൽ മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കിച്ചു ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നിങ്ങൾ കരുതുന്നത് പോലെയല്ല എൻ്റെ ജീവിതം, ഒരുപാട് കാര്യങ്ങൾ സഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചു തൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ തുറന്നു പറയുന്നത്. വിവാഹത്തിന് ശേഷം അമ്മയുടെയും വീട്ടുകാരുടെയും സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുവെന്നും അച്ഛൻ്റെ മരണശേഷം അത് കൂടുതൽ വഷളായെന്നുമാണ് കിച്ചുവിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അവിടെ തുടർന്നു ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് കിച്ചു ആ വീട് വിട്ടിറങ്ങിയത്. ഒരു സെലിബ്രിറ്റിയുടെ മകനായിട്ടും ജീവിക്കാൻ വേണ്ടി കിച്ചുവിന് റബ്ബർ ടാപ്പിംഗ് ജോലിക്ക് വരെ പോകേണ്ടി വന്നിരുന്നു. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ എല്ലാം തുറന്നു പറയാൻ ഒരാളുണ്ടായിരുന്നു. അച്ഛൻ്റെ മരണശേഷം ആ വീട്ടിൽ താൻ അനാഥനായതുപോലെ ആയിരുന്നുവെന്ന് കിച്ചു പറയുമ്പോൾ ഏതൊരാൾക്കും കണ്ണിൽ ഈറനണിയും. ആ സമയത്ത് രേണുവിൻ്റെ വീട്ടിൽ നിന്നും പിന്തുണയൊന്നും ലഭിച്ചില്ല എന്നും ഒടുവിൽ അച്ഛൻ്റെ വീട്ടുകാരും വലിയമ്മയുമാണ് തന്നെ കൊല്ലത്തേക്ക് കൊണ്ടുവന്നതെന്നും പഠിക്കാൻ സഹായിച്ചതെന്നും കിച്ചു പറയുന്നു. പക്ഷേ ഇത്രയൊക്കെ അവഗണനകൾ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും കിച്ചു അവരെ വേദനിപ്പിച്ചു സംസാരിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ഇന്നും അവരെ വളരെ ബഹുമാനത്തോടെ അമ്മ എന്ന് തന്നെയാണ് ഈ മകൻ വിളിക്കുന്നത്. തൻ്റെ അനിയനോടുള്ള സ്നേഹത്തിനും ഒരു കുറവുമില്ല. തന്നെ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചു പോയ സ്വന്തം അമ്മയെക്കുറിച്ച് പോലും കിച്ചു വളരെ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്. ഒരു വിധവയെന്ന നിലയിൽ രേണുവിനെ കണ്ണടച്ച് പിന്തുണയ്ക്കുന്നവർ സുധിയുടെ ചോരയായ ഈ മകൻ അനുഭവിച്ച ഒറ്റപ്പെടൽ കൂടി കാണണമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കുമായി